എല്ലാം നിലം പതിച്ചു. പിന്നെയും തോൽവി. അവനിനി എങ്ങോട്ട് പോകുന്നു? ഒരാൾ കൂടി ബാക്കിയുണ്ട്. ഇവൻ രക്ഷിക്കൂ. പഴയ കളി അവസാനിച്ചു. വീണ്ടും കരുക്കൾ നിരത്തി. ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി പവി കെയർടേക്കർ എന്ന മൂവിയാണ്. പവി കെയർടേക്കർ എന്ന മൂവി ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ മൂവിയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ദിലീപേട്ടൻ്റെ ഒരു മൂവി റിലീസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കാണാൻ പോകുന്ന സമയത്ത്. അപ്പോൾ അത് നമ്മളെ തൃപ്തിപ്പെടുത്തി എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം തൃപ്തിപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂവി ഓക്കെ അത്ര എനിക്ക് തോന്നിയുള്ളൂ. അങ്ങനെ വലിയ മാരക സംഭവമോ അല്ലെങ്കിൽ അടിപൊളി ഇതൊക്കെ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവിടെ ഇവിടേക്ക് കുറച്ച് വാവ് എലമെൻറ്റ്സ് ഒക്കെ കുതിർച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സിനിമയ്ക്കകത്ത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതൊരു ടിപ്പിക്കൽ സാധാരണ സിനിമ തന്നെയാണ്. അങ്ങനെ വലിയ കഥയോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ കണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്സ് തന്നെ നമുക്ക് ആദ്യം കിടക്കാം. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ തരക്കേടില്ലാതെ ദിലീപേട്ടൻ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ആയിട്ട് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കുടുംബ ചലച്ചിത്രമായിട്ട് കുടുംബത്തിലുള്ളവർക്ക് കാണാൻ പറ്റിയൊരു ചലച്ചിത്രമാണ്. അല്ലാതെ മാസ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സാധാ ഒരു കുടുംബ ചലച്ചിത്രമാണ്. അപ്പം ആ രീതിയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ വലിയ കോമഡിയും വലിയ ഇതുമൊക്കെ പ്രതീക്ഷിച്ച് കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഒരിക്കലുമില്ല. അതുപോലെ ഇതിൻ്റെ അടുത്തൊരു 2 സീൻസ് ഉണ്ടായിരുന്നു. ഒന്ന് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു പട്ടിയുണ്ട്, ബ്രോ എന്ന് പേരുള്ള. എക്സലൻ്റ് അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പേരിൻ്റെ ഷോർട്സ് എല്ലാം അടിപൊളിയായിരുന്നു. ടിപ്പിക്കലി എങ്ങനെ ഇത് എടുത്തെന്ന് ഡയറക്ടറോട് ചോദിക്കണം, അത് കൊള്ളായിരുന്നു. പിന്നെ ഒരു മരപ്പട്ടിയുടെ സീനുണ്ട്. എൻ്റെ പൊന്നു, മരപ്പട്ടി എൻ്റെ ജീവിക്കുക. ഈ മരപ്പട്ടിയും ഈ ബ്രോ എന്ന് പറയുന്ന പട്ടിയും തമ്മിൽ അവർ രണ്ടൊരു അഭിനയം അവരെ തമ്മിൽ എക്സിക്യൂട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവരുടെ മാസ്റ്റേഴ്സ് അടിപൊളിയായിരുന്നു. ഇനി ഈ മരപ്പട്ടി എന്നുള്ള സാധനം ചിലപ്പം ഗ്രാഫിക്സ് ആയിരിക്കും, എന്നിരുന്നാലും അത് നല്ല രീതിയിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട്. ആ 2 സീൻ ഇതിൻ്റെ അകത്ത് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ കോമഡി അത്യാവശ്യം തരക്കേടില്ലാത്ത കോമഡി. എന്നാൽ എല്ലാ കോമഡിയൊന്നും അങ്ങനെ കണ്ടവാനെ ഏറ്റിട്ടൊന്നുമില്ല സിനിമയിൽ. ചില കോമഡീസൊക്കെ ചിരിക്കാനൊക്കെ തോന്നി, അത്രേ ഉള്ളൂ. എല്ലാ കോമഡീസും ഏറ്റിട്ടില്ലെന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് അഭിനയ പ്രകടനങ്ങൾ നോക്കാം. ആരൊക്കെയാണ്? ദിലീപ് ഒബ്വിയസ്ലി ഒരു ആവറേജിന് മുകളിലുള്ള അഭിനയമായിട്ട് എനിക്ക് തോന്നിയത്. ദിലീപിനെ ഫുള്ളി ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫുള്ളി യൂസ് ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം. പിന്നെ ജോൺ ആൻ്റണി ഇതിൻ്റെ അകത്തൊരു ടിപ്പിക്കൽ സെക്യൂരിറ്റിയാണ്. പക്ഷെ പുള്ളിയുടെ അഭിനയം വലിയ കുഴപ്പമില്ലാത്ത സാധാ ഒരു പേസിൽ തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ രാധിക ശരത്കുമാർ, പുള്ളിക്കാരത്തി ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്, ലേഡി പോലീസ് ഓഫീസറാണ്, SI ആണ്. പുള്ളിക്കാരത്തി നല്ല ഉഗ്രനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ധർമ്മജൻ മോൾഗാട്ടി ഒരു കൂട്ടുകാരൻ, ഒരു സഹചാരി നമ്മുടെ ദിലീപിൻ്റെ ആ ഒരു വേഷമാണ് പുള്ളി ചെയ്തിരുന്നത്. അതും വലിയ കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ജിൻബൻ ഒരു കലിപ്പനായ പണക്കാരനായ അഹങ്കാരം പിടിച്ചൊരു മനുഷ്യൻ്റെ റോളായിരുന്നു. നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പറയാനില്ല. പിന്നെ പ്രൊഫസർ അയ്യര്, പുള്ളിയും കൊള്ളായിരുന്നു, ഡബ്ബൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. പിന്നെ പടിയൻ ജോർജ് ഉണ്ടായിരുന്നു, തരക്കേടില്ലായിരുന്നു. പിന്നെ ഒരു 6-7 നായികയുണ്ട്, അവരെല്ലാം അവരുടെ റോള് അത്യാവശ്യം ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കടക്കാം. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്സ് ഡയറക്ടർ വിനീത് കുമാർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു അടിപൊളി ഒരു സ്ക്രിപ്റ്റ് ഒന്നുമില്ല, പക്ഷേ സ്ക്രിപ്റ്റിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സംവിധായകൻ. അതുപോലെ തന്നെ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ദിലീപ് തന്നെയാണ്. റൈറ്റർ നമ്മുടെ രാജേഷ് രാഘവനാണ്. വലിയ കുഴപ്പമില്ലായിരുന്നു. സിനിമാറ്റോഗ്രാഫി ആവറേജിന് മുകളിലായിരുന്നു. എഡിറ്റർ ദീപു ജോസഫ്. ഇങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ സൈഡ്സ്. പിന്നെ ഇത് പറയാനുള്ള ചില ഷോട്ട്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ചില ടിപ്പിക്കൽ, പ്രത്യേകിച്ച് നമ്മുടെ എന്താ ഇതിൻ്റെ ഷോട്ടും നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പട്ടിയുടെ ഷോട്ടും അതുപോലെ തന്നെ ബ്രോ എന്ന പട്ടിയുടെ ഷോട്ടും പിന്നെ മരപ്പട്ടിയുടെ ഷോട്ട്സും ഒക്കെ അടിപൊളിയായിരുന്നു. അത് വേറെ ലെവലായിരുന്നു. അത് ഈ മൂവിയിലെ ഏറ്റവും എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഫസ്റ്റ് ഫേസ് ഒക്കെ കുറച്ച് ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സെക്കൻഡ് ഫേസ് നല്ല സ്പീഡിലാണ് പോയിട്ടില്ല സിനിമ. അത് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ അവസാനം കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഗംഭീരമായിട്ട് ദിലീപ് ചെയ്തിട്ടുണ്ട്, അതിനൊരു കുറ്റവും പറയാനില്ല. പക്ഷേ ദിലീപേട്ടൻ്റെ ഒരു ടിപ്പിക്കൽ ദിലീപേട്ടനെ കൊണ്ടുവരേണ്ടത് സാഹചര്യത്തിൽ തന്നെ ഞാൻ അവിടെ എവിടെയും പറയും. പക്ഷെ കുഴപ്പമില്ലായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ പറയാനാണെങ്കിൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് എപ്പോഴും കണ്ടു പറഞ്ഞൊരു ക്ലൈമാക്സ്, അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല, എന്നും കണ്ടു പറഞ്ഞതാണ്. പിന്നെ
ഇതിൻ്റെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്വിസ്റ്റുകൾ, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇനി പറയാനാണെങ്കിൽ ഈ മൂവിയുടെ ആരൊക്കെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർക്ക് എന്താണെന്ന് ഇഷ്ടപ്പെടും. പിന്നെ ലേഡീസ് ഫാൻസിന് എന്താണെങ്കിലും ചിരിക്കാനുള്ള വകുപ്പുണ്ടാവും, അതുപോലുള്ള കോമഡീസ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ദഹിക്കുന്ന കോമഡീസ് ഒന്നുമല്ല. ദിലീപിന് ഇഷ്ടമുള്ള ചില ലേഡി ഫാൻസിനൊക്കെ ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാലും ദിലീപിൻ്റെ ഒരു ഓക്കെ പെർഫോമൻസ് ഇത് കാഴ്ച വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക, അത്ര എനിക്ക് പറയുള്ളൂ. എന്നാലും ഈ മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററാണ്. കണ്ടിട്ട് നിങ്ങൾ എൻ്റെ അഭിപ്രായം എൻ്റെ കമ്പനി രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, വൺ ലൈഫ് വൺ ഡ്രീം വൺ ഫാഷൻ. താങ്ക് യു.